നാളായി ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ഇന്നൊരു ഫോട്ടോഷൂട്ട്, ഞാനൊരു മേക്കപ്പ് ലുക്ക് ഫസ്റ്റായിട്ട് ഞാൻ ഫുൾ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു സെറ്റ് സാരി ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ചേച്ചി പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ പോയി ബ്രൈഡായിട്ട് ഒരുങ്ങിയിട്ട് വരാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അനേബിൾ ആക്കിയിടണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മളുടെ മേക്ക് ഓവർ സ്റ്റുഡിയോയിലേക്കാണ് പോയത്. നൈറ എന്നാണ് കേട്ടോ സ്റ്റുഡിയോൻ്റെ പേര്. നമ്മൾ ഒരുക്കുന്നത് ഈ ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ പേര് രാഖി എന്നാണ്. ഞാൻ 2 ബ്ലൗസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മജന്തയും റെഡും ആയിരുന്നു. ചേച്ചി റെഡാണ് കേട്ടോ എടുത്തത്. കാരണം മജന്തേനെയും കാട്ടി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് റെഡിലായിരുന്നു. ചെന്നതും ഹെയർ ഡ്രൈ ചെയ്ത് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫേസിലെ ഫുൾ മേക്കപ്പും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് വേറെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു, എന്തോ ഹെയർ സ്പാ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ചേച്ചിയുടെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ചേച്ചി വിട്ടിട്ടുണ്ടായിരുന്നത്. ഏത് സ്റ്റൈലിൽ വെക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2-3 സ്റ്റൈൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം ചേച്ചി തന്നെ ഒരു സ്റ്റൈലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പൂ രാവിലെ മേടിച്ചതായിരുന്നു. ഞാൻ 11:30 എത്താമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ 1:30 ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് അതുവരെ വാടാതെ നല്ല ഫ്രഷ് ലുക്കിൽ തന്നെ പൂ ഇരുന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇതാണ് ആ റെഡ് ബ്ലൗസ്. എൻ്റെ കയ്യിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബ്ലൗസ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞതിൻ്റെ അങ്ങേ തവണത്തെ ഓണത്തിന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസ് ആയിരുന്നു. പിന്നെ ഫ്രണ്ട് ഇങ്ങനെ കേളാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. റെഡി ആയി കഴിഞ്ഞ ഉടനെ ഫോട്ടോസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഈ വീഡിയോ എടുക്കുന്നത് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്രൈഡായിട്ട് ഒരുങ്ങുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോന്റെ അവസാനം ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ആക്കിയേക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഓർണമെന്റ്സ് ഒക്കെ ഊരി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കുറച്ച് നേരത്തേക്കാണ് ഇത്രയും ഒരുങ്ങിയത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഓർണമെന്റ്സും കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. ഹലോ, അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞാനൊരു 6 മണിയായപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വന്ന ഉടനെ കുളിച്ച് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ പറഞ്ഞ് വീട്ടിൽ ചെന്ന ഉടനെ കണ്ടീഷണറും ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യണമെന്ന്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹെയറിൽ ഒത്തിരി ഹീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ക്രിമ്പ് ചെയ്തിട്ടുണ്ട്, സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ വേണ്ടി സെറ്റിംഗ് സ്പ്രേ ഒക്കെ നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അടിഭാഗം, നമ്മുടെ ഹെയറിൻ്റെ അടിഭാഗം ഫുൾ കേൾ ചെയ്തിട്ട് എക്സ്റ്റൻഷൻ വെച്ചൊരു ലുക്കായിരുന്നു ഇന്ന് ഹെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അത്രയ്ക്കും ഹീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബ്രൈഡ് ആയിട്ട് ഒരുങ്ങുന്നത്. ഞാൻ നോർമൽ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സെറ്റ് സാരിയിൽ ഞാൻ മേക്കപ്പ് ലുക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവരൊക്കെ ഒരു ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്, അത് കയറി ഫോളോ ആക്കുക. പിന്നെ പറയാനാണെങ്കിൽ പിന്നെ ഇന്ന് എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തന്നത് സ്റ്റാർ ഫിലിം മേക്കേഴ്സ് ആണ്. എന്റെ ഇൻസ്റ്റഗ്രാം ആരെങ്കിലും ഫോളോ ആക്കാത്തവരുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യുക. സാനി എന്നാണ് പേര്. ഞാനിവിടെ പിന്നെ എന്ത് പറയാനാ, പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നോളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ടാറ്റാ.